നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ ഈ പ്രോഗ്രാമിൽ നിങ്ങളുമായി ഈ സംഭാഷണം തുടരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വക പായസം, അവൽ പായസം. ഓക്കെ, അപ്പോ ഇത് ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. ഇത് നല്ല തിക്കായിട്ടുള്ള ക്രീമി പാല് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് അവൽ. ഇതില് ധാരാളം കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വൃത്തിയായിട്ട് പെറുക്കിയെടുത്ത് അവൽ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലപോലെ വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്യണം. ഇത് ഒരു കപ്പിൽ പഞ്ചസാര വെച്ചിരിക്കുന്നു. കണ്ടൻസ്ഡ് മിൽക്ക് ഇത് റെഡി മെയ്ഡായിട്ട് കിട്ടുന്നുണ്ട്. അടുത്തത് ഇത് നെയ്യ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് കാഷ്യൂ നട്ട്സ്, കശുവണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നു. ഇത് മുന്തിരി, ദ്രാക്ഷ റെഡിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇത് കാഡമം പൗഡർ, ഏലക്കാപ്പൊടി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സാഫ്രൺ, കുങ്കുമപ്പൂ, ഇന്ത്യൻ കാശ്മീർ സാഫ്രൺ, അത് വെച്ചിരിക്കുന്നു. ഇത് ഒരു ബൗളിൽ നല്ല ശുദ്ധമായ പച്ചവെള്ളം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ അവല് ഇതിൽ ഈ വെള്ളത്തിൽ നല്ലപോലെ കഴുകി പിന്നെ അവലെടുത്ത് നമ്മൾ പായസത്തിന് ഉപയോഗിക്കാൻ പോകുന്നു. ഈ സാമഗ്രികളാണ് അവൽ പായസത്തിന് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഈ അവൽ പായസം ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇപ്പോ ഇത് ചെയ്യുന്ന പാചക രീതി നമുക്ക് നോക്കാം. വരിക. ആദ്യം ബേണർ സ്റ്റാർട്ട് ചെയ്തു. ഈ ഫ്ലെയിമിന്റെ പുറത്ത് പാത്രം വെക്കുന്നു. ആദ്യമായി ഈ പാത്രത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ പാല് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല ക്രീമി തിക്ക് പാല്. അത് ഈ പാത്രത്തിൽ ഒഴിക്കുന്നു. അടുത്തത് രണ്ടാമത് ഒരു ടൈപ്പ് പാല് കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, അതായത് കണ്ടൻസ്ഡ് മിൽക്ക്. അത് ഈ പാത്രത്തിൽ ഒഴിക്കുന്നു. കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പണ്ടൊക്കെ പാല് അടുപ്പിൽ വെച്ച് കുറുക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. നല്ലപോലെ ഇത് മിക്സ് ചെയ്യുന്നു. ഈ രണ്ട് ടൈപ്പ് പാലും ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. കണ്ടില്ലേ, പാലിന്റെ നിറം തന്നെ മാറാൻ തുടങ്ങി. ഒരു ലൈറ്റ് ക്രീം കളർ. ഇപ്പോ നല്ലപോലെ മിക്സായി. ഇപ്പോ ഇതിലാണ് നമ്മൾ പായസം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, അവൽ. ഈ അവൽ ഞാൻ പറഞ്ഞതുപോലെ കല്ലും മണ്ണും ഒക്കെ പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നല്ലപോലെ വാഷ് ചെയ്യണം. വൃത്തിയായിട്ട് നമ്മൾ അത് വാഷ് ചെയ്യണം. അപ്പോൾ ബൗളിൽ നല്ല ശുദ്ധമായ പച്ചവെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ഈ അവൽ ഈ വെള്ളത്തിൽ ഇടുക.
എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് ഈ വെള്ളം അതിൽ നിന്നും അകറ്റി അവിൽ മാത്രമായി നമ്മൾ ഈ പാലിൽ ഇടുക. അങ്ങനെ അവിൽ മുഴുവൻ വെള്ളം മാറ്റി അവിൽ മാത്രമായി പാലിൽ നമ്മൾ ഇടുന്നു. നല്ല ശുദ്ധമായ വെള്ളമേ നമ്മൾ ഉപയോഗിക്കാവൂ. നല്ല ശുദ്ധമായ കുടിക്കുന്ന വെള്ളം. ഓക്കെ. അങ്ങനെ എല്ലാ അവിലും ഈ പാത്രത്തിലോട്ട് നമ്മൾ ഇടുക. ഇപ്പോ നല്ലപോലെ നമ്മളത് മിക്സ് ചെയ്യുന്നു. കണ്ടില്ലേ? ഇത് ഒരു 5 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യാൻ അനുവദിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ കണ്ടില്ലേ, നല്ലപോലെ പാല് തിളയ്ക്കുന്നു. ഇപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്ലെയിം നമ്മൾ കുറയ്ക്കുക, അല്ലെങ്കിൽ പാല് പുറത്ത്, പാത്രത്തിന് പുറത്ത് പാല് വരും. ഇപ്പോ ഈ പഞ്ചസാരയില്ലേ, ആവശ്യമുള്ള നമ്മുടെ ആവശ്യമനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കണം. കൂടുതൽ ഉപയോഗിക്കല്ലേ, ആരോഗ്യത്തിന് ഹാനികരമാണ് പഞ്ചസാരയും ഉപ്പും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര അത്യാവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. നമ്മൾ ഫ്ലെയിം വീണ്ടും കുറച്ച് കൂട്ടി. ഇപ്പോൾ നിർത്താതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ. ഇപ്പോൾ ഇതിലിട്ട പഞ്ചസാരയും നല്ലപോലെ മിക്സായി, അവലും നല്ലപോലെ കുക്കായി. ഒരു 3 മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ കൺസിസ്റ്റൻസിയും നമുക്ക് കിട്ടി. ഇപ്പോൾ ഈ ബേണർ ഓഫ് ചെയ്യുക, ഫ്ലെയിം നിർത്തുക. എന്നിട്ട് ഇത് ഈ പാത്രം അടുത്ത് വെക്കുക. ഇപ്പോൾ വീണ്ടും ബേണർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടില്ലേ, ഫ്ലെയിം വന്നു. ഫ്ലെയിമിൻ്റെ പുറത്ത് പാൻ വെക്കുക. പാനിൽ ചൂടാകുമ്പോൾ ഈ നെയ്യ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പാനിലോട്ട് ഇടുക. കണ്ടില്ലേ, ഇപ്പോ ഈ നെയ്യ് മുഴുവൻ പാനിലോട്ട് നമ്മൾ ഒഴിക്കുന്നു. ഈ നെയ്യ് ചൂടാകുന്ന സമയത്ത് ആദ്യമായി ഈ കശുവണ്ടി, കാഷ്യൂ നട്ട്സ് നമ്മൾ ചെറിയ ബിറ്റ്സാക്കി വെച്ചിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യണം. അങ്ങനെ ഒരു 1 മിനിറ്റോളം റോസ്റ്റ് ചെയ്യുക. ഈ
കശുവണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കളർ പതുക്കെ കണ്ടില്ലേ മാറുന്നു. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഈ കശുവണ്ടി ആയിക്കഴിഞ്ഞു. ഈ സമയത്ത് ഫ്ലെയിം കുറയ്ക്കുക. ഇപ്പോ ഈ റൈസിൻസ് ദ്രാക്ഷ അല്ലെങ്കിൽ മുന്തിരി കണ്ടില്ലേ, അത് ഈ മുന്തിരി അല്ലെങ്കിൽ ദ്രാക്ഷ റൈസിൻസ് നമ്മൾ നെയ്യിലിട്ടതും ഒരു 5 അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിനകം അതിൻ്റെ രൂപം തന്നെ മാറി നല്ല ഭംഗിയായ ചെറിയ ചെറിയ കണ്ടില്ലേ പന്തുകൾ പോലുള്ള ഓക്കെ അതങ്ങ് വീർത്തു. ഓക്കെ, അപ്പൊ ഇതാണ് അതിൻ്റെ ലക്ഷണം. അങ്ങനെ കശുവണ്ടിയും കാഷ്യൂനട്ട്സും റൈസിൻസും റെഡിയായി പായസത്തിന്. ഇത് പായസത്തിൽ ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡിയാണ്. പക്ഷേ ഇതിലിപ്പോ നമ്മൾ ഇതിൻ്റെ ഫ്ലേവറിംഗ് ഏജൻസ് ആദ്യമായി ഏലക്കാപ്പൊടി ഇതിൽ ചേർക്കുക. അവസാനമായി നമ്മൾ ചെയ്യേണ്ടത് ഈ കുങ്കുമപ്പൂ സാഫ്രൺ സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ സാഫ്രന്റെ കഷ്ണങ്ങൾ ഇതിൻ്റെ പുറത്ത് അങ്ങ് വിതറുക. ഇന്ത്യൻ കാശ്മീരി സാഫ്രൺ ആണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സാഫ്രൺ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഭവം, സ്പെഷ്യൽ വിഭവം അവൽ പായസം അത് റെഡിയായി. അവൽ പായസം റെഡി ടു സെർവ്. ഓക്കെ, അവൽ പായസം ഇത് ചെയ്യുന്ന പാചക രീതി നമ്മൾ നോക്കി. സോ നിങ്ങളിങ്ങനെ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഓക്കെ, എന്നിട്ട് എനിക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുക. mohansharma@celebrityKitchen@gmail.com ഈ ഇമെയിൽ ഐഡിയിലോട്ട് എഴുതുക. ധാരാളം പേര് ഈ പ്രോഗ്രാം കണ്ടിട്ട് ഇത് ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് ആ ലൈക്ക് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. സോ നമ്മൾ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.